വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇനി ഈ സ്നാക്ക് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.25 കിലോ കപ്പയാണ്. ഈ കപ്പ നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ എത്രയാണോ പലഹാരം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം ഈ കപ്പ് എടുക്കാനിട്ട്. ഞാനിത് ഫുള്ള് എടുത്തിട്ടില്ല, ഒരു കുറച്ച് പീസുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉടച്ചെടുക്കാം. കപ്പ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ വെന്ത് കിട്ടണം, എന്നാലേ നമുക്കിതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ അടിയിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തൂകിയതിന് ശേഷം ഓരോ ഉരുളകളും എടുത്ത് ഒരു ബണ്ണ് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉടച്ചെടുത്ത കപ്പയെല്ലാം ഇതുപോലെ കൈവച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം ഓരോന്നും ഇതിലിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇത് ഒരുപാട് വെന്ത് കിട്ടണമെന്നില്ല കേട്ടോ, നമ്മൾ വേവിച്ചെടുത്ത കപ്പയാണല്ലോ. എന്നാലും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ തൂക്കി കൊടുക്കണം കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗവും അത്യാവശ്യം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും മാറ്റി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. കാരണം നമ്മളിത് വേവിച്ച കപ്പ ആയതുകൊണ്ട് ഒരുപാട് ഇട്ട് വേവിക്കണമെന്നില്ല. എല്ലാം ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ചീകിയതും ഒരു സബോള കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ മയോണൈസും, അത് കുപ്പിയിൽ വാങ്ങിക്കുന്നതാണ് മയോണൈസാണ് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇനി മയോണൈസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങയും പച്ചമുളകും മല്ലിയിലയും പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുള്ള ചമ്മന്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചമ്മന്തിയുടെ വീഡിയോ എന്താ ആവട്ടെ കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പിന്നെ അതാ നമ്മൾ ചിക്കൻ എല്ലില്ലാതെ പുഴുങ്ങി കൈകൊണ്ട് പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മുടെ ബണ്ണുണ്ടല്ലോ, കപ്പ കൊണ്ടുണ്ടാക്കിയ ആ ബണ്ണിൻ്റെ നടുവിലൊന്ന് കീറി കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിളും പിന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെജിറ്റബിളും പിന്നെ ചമ്മന്തിയും മയോണൈസും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും എല്ലാം കൂടി വെച്ച് കൊടുത്ത് കഴിക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി കപ്പ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കപ്പ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബണ്ണാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ, അത്രയും ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഇനി നമ്മൾ കപ്പ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം വെജിറ്റബിൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. നല്ലൊരു കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ മക്കൾക്കും അതുപോലെ കാക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കപ്പ സുലഭമാണല്ലോ, അപ്പോൾ ഈ മഴയത്തൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.